ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുः ഭദ്രം नो അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ 1-ാം മുണ്ടകത്തിലെ 2-ാം കാണ്ഡത്തിലെ 7-ാമത്തെ മന്ത്രം. പ്ലവാഹ്യേതേ അദൃഢാ യജ്ഞരൂപാ അഷ്ടാദശോക്തമവരം യേഷു കർമ്മ ഏതശ്രേയോ യേ അഭിനന്ദന്തി മൂഢാ ജരാമൃത്യും തേ പുനരേവാപി യന്തി. യേഷു ആരിൽ അവരം അവരമായ താണതരത്തിലുള്ള ജ്ഞാനത്തോടു കൂടാതെയുള്ള കർമ്മം ഉക്തം പറയപ്പെട്ടിരിക്കുന്നുവോ യജ്ഞരൂപരായ യജ്ഞത്തെ ചെയ്യുന്ന യജ്ഞത്തെ നിർവഹിക്കുന്ന ഏതേ അഷ്ടാദശ ഈ 18 പേരും 16 ഋത്വിക്കുകളും യജമാനനും പത്നിയും അദൃഢരും അസ്ഥിരരും പ്ലവാ നശിച്ചു പോകുന്നവരുമാകുന്നു. ഈ മൂഢന്മാർ ഏതത് ഇതിനെ ഈ കർമ്മത്തെ ശ്രേയസ്സായി ശ്രേയസ്സിൻ്റെ സാധനമായി ശ്രേയത്തിൻ്റെ കാരണമായി അഭിനന്ദിക്കുവോ തേ അവർ ഏവ അപി വീണ്ടും ജരാമൃത്യും ജരയെയും മൃത്യുവിനെയും യന്തി പ്രാപിക്കുന്നു. ജ്ഞാനത്തോടു കൂടാതെയുള്ള ഈ കർമ്മം അവിദ്യാ കാമകർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നതാകയാൽ സാരമില്ലാത്തതും ദുഃഖമൂലവുമാകുന്നു എന്ന് ഇതിനെ നിന്ദിക്കുന്നു. യാഗം നടത്തുന്ന 16 ഋത്വിക്കുകൾ, ആ യാഗത്തിൻ്റെ യജമാനൻ്റെ പത്നി ഈ 18 പേരെ ആശ്രയിച്ചാണ് ജ്ഞാനം കൂടാതെയുള്ള കർമ്മത്തെ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളത്. കർമ്മത്തിനാശ്രയമായ ഈ 18 പേരും എന്നും നിലനിൽക്കുന്നവരല്ല, അവർക്ക് നാശമുണ്ട്, നശിച്ചു പോകുന്നവരാണ്. അതിനാൽ അവരെ കൊണ്ടും സാധിക്കുന്ന കർമ്മവും അതിൻ്റെ ഫലവും നശിച്ചു പോകുന്നതായിരിക്കാനല്ലേ തരമുള്ളൂ. പാത്രം നശിക്കുമ്പോൾ അതിലുള്ള പാലും തൈർ നെയ്യ് എന്തെല്ലാമാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതെല്ലാം നശിച്ചു പോകുമെന്ന് നമുക്കറിയാം. അതിനാൽ ഈ കർമ്മത്തെ ശ്രേയസാധനമെന്ന് കരുതി അഭിനന്ദിക്കുന്ന അവിവേകികൾ കുറച്ചു കാലം സ്വർഗത്തിൽ സ്ഥിതി ചെയ്തിട്ട് വീണ്ടും ജരാമരണങ്ങളെ പ്രാപിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ എന്താണ്, ആ കർമ്മം ചെയ്യുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ്, അതിൻ്റെ ഫലം എന്താണ്, ഇതെല്ലാം നമ്മൾ അറിയണം എന്നാണ് പറയുന്നത്. ജ്ഞാനത്തോട് കൂടാതെയുള്ള കർമ്മം എന്ന് പറയുമ്പോൾ അറിവില്ലാതെ ചെയ്യുന്ന കർമ്മത്തിനെക്കുറിച്ച് ധാരണയില്ലാതെ എന്തിന് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ലക്ഷ്യം, അത് എന്തെല്ലാം ചെയ്യണം, അതിൻ്റെ ഓരോരോ കാര്യകാരണങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ഫലവും അത് എന്തിനു ചെയ്യുന്നു, അതിൻ്റെ ഓരോരോ കർമ്മത്തിൻ്റെ ഓരോരോ വശത്തിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കർമ്മം ചെയ്യുന്ന എല്ലാവരും 16 ഋത്വിക്കുകൾ, അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വേദങ്ങൾ ഓതിക്കൊടുക്കുന്ന അഗ്നിഹോത്രം യാഗങ്ങളെല്ലാം ചെയ്യുന്ന ഈ 16 ഋത്വിക്കളും യജമാനനും യജമാനൻ്റെ പത്നിയും ഇവരെല്ലാം കർമ്മം ചെയ്യുന്നവരാണ്. ഇവരെല്ലാം ഈ കർമ്മത്തിനെ അറിയാതെയാണ്, കർമ്മത്തിന് എന്താണ് കർമ്മം എന്നറിയാതെയാണ് ഇവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലം ഇല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലം നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ ആ പാത്രം താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള സാധനങ്ങളും പോകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ
കർമ്മം എന്ന് പറയുന്ന അവിടെ പാത്രമായി കണക്കായി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ എന്താണോ നമ്മൾ ഇടുന്നത് അതെല്ലാം നമ്മൾ അത് എന്തിനു വേണ്ടിയാണ് അത് അവിടെ സംഭരിച്ച് വെക്കുന്നത്, അപ്പോൾ എത്രമാത്രം കൊള്ളും, ഇതെല്ലാം അറിഞ്ഞ് ആ പാത്രത്തിൽ എന്തിന് വെക്കുന്നു, എന്ത് ഉപയോഗമാണ് അതിൻ്റെത്, ആ സാധനത്തിൻ്റെ, ഇതെല്ലാം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാതെ നശിച്ചു പോവുകയുള്ളൂ. അതുമാതിരിയാണ് നമ്മൾ ഓരോരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോരോ കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം എന്താണ്, അതെന്തിന് ചെയ്യുന്നു, അതിൻ്റെ ഫലം എന്താണ്, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി അതിൻ്റെ അറിവില്ല, ജ്ഞാനമില്ല എന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം ശരിക്കും നമുക്ക് കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അത് കിട്ടിയാൽ തന്നെ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ച് വീണ്ടും തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് വരും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കർമ്മം ചെയ്തതിൻ്റെ ഫലമായി സ്വർഗത്തിൽ പോയി എന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അറിയാതെയാണ് ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ ആ സ്വർഗത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള കാരണം കൂടി ആ കർമ്മമായി തീരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോരോ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം എന്തിനാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് വേണം ചെയ്യാൻ എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്.